പ്രശസ്തമായ കോരപ്പുഴ ഒഴുകുന്ന കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഏലത്തൂർ. കടത്തനാടിലേക്കുള്ള പ്രവേശന കവാടമായി നിലകൊള്ളുന്ന ഏലത്തൂരിൻ്റെ വികസന ചിത്രങ്ങളിലേക്ക്. വടക്ക് ചേമഞ്ചേരി, തലക്കുളത്തൂർ പഞ്ചായത്തുകൾ, തെക്ക് കോഴിക്കോട് കോർപ്പറേഷൻ, കിഴക്ക് കോഴിക്കോട് കോർപ്പറേഷൻ, കക്കോട് പഞ്ചായത്ത്, പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏലത്തൂർ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ ഗതാഗത വികസന പ്രവർത്തനങ്ങളുടെ മാതൃകകൾ നിറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു ബദൽ സാമ്പത്തിക സമീപനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ, റോഡുകൾ ഇവയൊക്കെ ആധുനിക സങ്കേതം ഉപയോഗിച്ച് സ്മാർട്ട് ക്ലാസുകളായും സ്മാർട്ട് ആശുപത്രികളായും വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിൻ്റെ വിജയകരമായ നടത്തിപ്പ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഏലത്തൂർ നിയോജകമണ്ഡലത്തിലും വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് എന്നത് അഭിമാനപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണ്. ആകെ 422 കോടി രൂപയാണ് വികസന പദ്ധതികൾക്കായി മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 37 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം കഴിഞ്ഞവയാണ്. മണ്ഡലത്തിൽ എടുത്തു പറയേണ്ടതും ഏറെ ജനോപകാരപ്രദവുമായ ഒരു വികസന നീക്കമാണ് കോരപ്പുഴ പാല നവീകരണം. കാലങ്ങളായി നിലനിന്നിരുന്ന ഗതാഗത കുരുക്കും ജനങ്ങളുടെ യാത്രാക്ലേശങ്ങളും 28 കോടി രൂപ ചെലവഴിച്ചുള്ള നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിച്ചു. 422 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ ഒരു മണ്ഡലത്തിന് മാത്രം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് ബാലുശ്ശേരി റോഡും പൂളക്കടവ് പാലവുമാണ്. ആ രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് പരിപാടിയും പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ രജിസ്റ്റർ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറാൻ പോവുകയാണ്. വികസനത്തിൻ്റെ സന്ദേശം ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാനും കിഫ്ബിയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ രീതികൾ മെച്ചപ്പെടുത്തുന്നതിനായി GHSS പായിമ്പ്രയ്ക്ക് 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ പുത്തൻ ഉണർവ് പകരാനായി. അതേസമയം ഏലത്തൂർ GLP സ്കൂൾ
GLPS, ചേളന്നൂർ എന്നീ വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഓരോ കോടി രൂപ വീതം ചെലവഴിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ വികസന കാഹളം മുഴക്കി നിലകൊള്ളുന്ന 2 സുപ്രധാന പദ്ധതികൾ കൂടി നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയിലാണ്. 3 കോടി രൂപ ചെലവഴിക്കുന്ന GHSS പറമ്പിൽ വിദ്യാലയം വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നേട്ടങ്ങൾ കൊയ്യും. വിദ്യാലയങ്ങൾ GHSS വൈബ്ര, GPU സ്കൂൾ എലത്തൂർ, ചേളന്നൂർ GHS പുതിയാപ്പ, കുളച്ചൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി 8ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റുന്നതിനുള്ള അവസരമാണ് കിഫ്ബി മൂലം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ വികസനങ്ങൾ ലക്ഷ്യം വച്ച് പുതിയാപ്പ GHSന് 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതും മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. 3.40 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് SGMHS കുളത്തൂർ മണ്ഡലത്തിന്റെ വികസന പെരുമ്പറ മുഴക്കുന്ന പ്രവർത്തനങ്ങളിൽ മുൻനിരയിലാണ്. $422 കോടി രൂപയുടെ ആകെ വികസന പ്രവർത്തനങ്ങളിൽ 30 കോടി രൂപ പുളക്കടവ് പാലം പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു. മണ്ഡലത്തിലെ നിത്യഗതാഗത തടസ്സങ്ങൾ തുടച്ചു നീക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന പ്രസ്തുത പദ്ധതിക്കായി അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള റവന്യൂ നടപടികൾ പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വികസന ചിത്രത്തിൽ ഏറെ ഉറ്റുനോക്കേണ്ടതുമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി റോഡിനായി 267 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1300 പേരെ തിരഞ്ഞെടുത്തതിൽ നിലവിൽ 300 പേർക്കുള്ള നഷ്ടപരിഹാര തുകകൾ കൈമാറിക്കഴിഞ്ഞു. അതിവേഗത്തിൽ പുരോഗമിക്കുന്ന പദ്ധതിക്കായി റോഡിന്റെ DPR തയ്യാറാക്കി വരികയാണ്. എലത്തൂർ മണ്ഡലത്തിലെ ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് PUKC റോഡ്. നിലവിൽ 83 കോടി രൂപ വകയിരുത്തിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ജനങ്ങൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പകപോക്കൽ നയത്തിൻ്റെ ഭാഗമായി സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന പരീക്ഷണത്തെ അതിജീവിക്കാനും ഈ പുതിയ ധനാഗമന മാർഗം ഉപയോഗിച്ച് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആരുടെ മുമ്പിലും ഏത് പ്രതിസന്ധിക്ക് മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസവും ഭാവനാസമ്പന്നമായ തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയുമെന്നാണ് ഇത് തെളിയിക്കുന്നത്. എലത്തൂരിനോട് കാണിച്ച ഈ പ്രത്യേക വാത്സല്യത്തിന് എലത്തൂരിലെ വോട്ടർമാരുടെ പേരിൽ നന്ദി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്.
കൃത്യവും വ്യക്തവുമായ നിലപാടുകളോടെ എലത്തൂർ MLA കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ്റെ ഉറച്ച വീക്ഷണവും നേതൃത്വപാഠവും മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചതോടെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ വികസന പട്ടികയിൽ എലത്തൂർ മുൻനിരയിലേക്ക് കുതിക്കുകയാണ്. ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ ധീരസ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ് വൈക്കത്തിൻ്റേത്. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികളിലും പുത്തൻ ചരിത്രമെഴുതിയ വൈക്കത്തിൻ്റെ വികസന വഴികളിലൂടെയാണ് ഇന്നത്തെ യാത്ര. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച വൈക്കത്ത് വികസന വിപ്ലവത്തിന്റെ കാഹളങ്ങളാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. സമസ്ത മേഖലകളിലും സമഗ്ര വികസനം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു നാടിന്റെയും ജനതയുടെയും പ്രതീക്ഷകളാണ് സഫലമാകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല മേഖലകളിൽ മികവിന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് വൈക്കം വേറിട്ട വികസന കാഴ്ചയൊരുക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വൈക്കത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി വഴി നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയാവുന്നത് നമ്മുടെ വൈക്കം താലൂക്ക് ആശുപത്രി, വൈക്കം വെച്ചൂർ റോഡ്, അതോടൊപ്പം തന്നെ നമ്മുടെ തിയേറ്റർ, വിവിധങ്ങളായിട്ടുള്ള പാലങ്ങൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വൈക്കത്തിന് വേണ്ടി ചെയ്യാനായിട്ടുള്ളത്. രാജഭരണകാലത്ത് നിലനിന്നിരുന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വൈക്കം താലൂക്ക് ആശുപത്രി പരാധീനതകളാലും പരിമിതികൾ കൊണ്ടും വീർപ്പുമുട്ടിയിരുന്ന ദുരവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ആശുപത്രിക്ക് പുതിയ മന്ദിരമെന്ന ആശയം പ്രാവർത്തികമാക്കുവാൻ നടപടി സ്വീകരിച്ചത്. 55.83 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ആശുപത്രിയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. 5 നിലകളിലായി 1,25,000 ചതുരശ്ര അടിയിലാണ് ആധുനിക സംവിധാനങ്ങളോടെ മന്ദിരം ഉയരുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ആതുര രംഗത്തിന്റെ ഉണർവിനൊപ്പം ആയിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ വെളിച്ചമായും ഇത് മാറും. വൈക്കം താലൂക്ക് ആശുപത്രി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു സമഗ്ര വികസന പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതിൽ പുതിയ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി കിഫ്ബി വഴി സർക്കാർ 55 കോടി രൂപയാണ് നമുക്ക് നൽകിയത്. ഇന്ന് ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയുടെ അവസാന ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് ഈ വൈക്കത്തെ ജനങ്ങൾക്കും വൈക്കത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കുമൊക്കെയായി അവരുടെ ഒരു രോഗി സൗഹൃദമായ ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എക്കാലവും അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ഓർത്തു വെക്കുന്ന ഒരു കാര്യമാണ്. അത് കിഫ്ബി എന്ന് പറയുന്ന ഒരു ഫണ്ടിങ് ഏജൻസി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ഫണ്ട് നമുക്ക് ആ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിക്കാനുള്ള ഒരു കാരണമെന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റോഡ് വികസന രംഗത്തും വൈക്കം ഏറെ മുന്നേറ്റം നടത്തി. 29.49 കോടി രൂപ ചെലവഴിച്ചുള്ള വൈക്കം കുമരകം റോഡ് വിനോദസഞ്ചാര രംഗത്തിനും ഏറെ ഗുണകരമാകുന്ന പദ്ധതിയാണ്. വൈക്കം വെച്ചൂർ റോഡിന്റെ പുനർനിർമ്മാണമാണ് പ്രസക്തമായ മറ്റൊരു പദ്ധതി. 93.95 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഇതിന്റെ ഭാഗമായി അഞ്ചുമന പാലം പൊളിച്ചു നിർമ്മിക്കുവാൻ കഴിഞ്ഞതും സവിശേഷതയാണ്. റോഡുകൾ വളരെയേറെ റോഡുകളുടെ വിഷയത്തിൽ നമ്മളെ ഒട്ടേറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്നാൽ ഇന്ന് നമുക്ക് ബഹുഭൂരിപക്ഷം റോഡുകളും നമുക്ക് BMNBC നിലവാരത്തിലേക്ക് PWD റോഡുകളെ മാറ്റാൻ പറ്റി എന്നുള്ളത് സംസ്ഥാന സർക്കാർ നമുക്ക് അതുപോലെ ഫണ്ട് തന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 റോഡുകൾക്കാണ് കിഫ്ബി വഴി നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് വൈക്കം വെച്ചൂർ റോഡിനും
മറ്റൊന്ന് കല്ലറ പഞ്ചായത്തിനെയും തലയാഴം ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കേത്ര കല്ലുപുര റോഡ്. ഈ 2 റോഡുകൾക്കാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുള്ളത്. വൈക്കം വെച്ചൂർ റോഡിന് നിലവിൽ 258 കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾക്കുമായി സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ചെമ്പ്, മറവൻ തുരുത്ത് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൂലേക്കടവ് പാലം വികസന വഴിയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറി. 25 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയത്. 19.15 കോടി രൂപ ചെലവഴിച്ചുള്ള അക്കരപ്പാടം പാലവും 18 കോടി രൂപ നിർമ്മാണ ചെലവുള്ള ചെമ്പ് വാലയിൽ പാലവും നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി മാറി. മറ്റൊന്ന് ഒരു പാലം കിഫ്ബിയുടെ ഫണ്ടിങ് മൂലം നമ്മൾ പണിയുന്നത് മൂലേക്കടവ് പാലമാണ്. ചെമ്പ് ഗ്രാമപഞ്ചായത്തിനെയും മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൂലേക്കടവ് പാലം അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 25 കോടി രൂപയാണ് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നമുക്ക് ആ പാലത്തിൻ്റെ നിർമ്മാണത്തിന് തന്നത്. ഇന്ന് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. മറ്റൊരു പാലം ചെമ്പ് വാലയിൽ പാലമാണ്. ചെമ്പ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് 7ഓളം വാർഡുകൾ മൂവാറ്റുപുഴയാറിൻ്റെ ഒരു വശത്തും 8ഓളം വാർഡുകൾ മറുവശത്തുമായി ഒരു പഞ്ചായത്തിനെ തന്നെ മൂവാറ്റുപുഴയാറ് 2ആയി വിഭജിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചെമ്പ് വാലയിൽ പാലത്തിൻ്റെ നിർമ്മാണം സമാരംഭിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ആ പഞ്ചായത്തിനെ ഒന്നായി മാറ്റുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നമുക്ക് അതിലൂടെ നിറവേറ്റാൻ പറ്റുന്നത്. 20 കോടി രൂപയാണ് നിലവിൽ ചെമ്പ് വാലയിൽ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നമുക്ക് കിഫ്ബി വഴി നൽകിയിട്ടുള്ളത്. വൈക്കത്തുയരുന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതി. 14.71 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. നമുക്ക് നല്ലൊരു തിയേറ്ററിന് വേണ്ടി 15 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി സാമ്പത്തിക സഹായം നൽകി. 2 തിയേറ്ററും ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയും 2 റൂമുകളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ തിയേറ്റർ സമുച്ചയം. അതിൻ്റെ സിവിൽ വർക്കുകൾ 90% പൂർത്തീകരിച്ച് ഇനി അതിൻ്റെ തിയേറ്റർ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കാനുള്ളത്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, എഗ്രിമെൻ്റിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല മേഖലകളിൽ മികവിന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് വൈക്കം വേറിട്ട വികസന കാഴ്ചയൊരുക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ളത് 2016 അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു നയമായിരുന്നു. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാലയങ്ങളെ മുഴുവൻ അതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിന് കിഫ്ബി വഴി നമുക്ക് നിരവധിയായിട്ടുള്ള സ്കൂളുകൾക്ക് ഫണ്ട് തരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. 140 മണ്ഡലങ്ങളിലും 140 സ്കൂളുകളെ ഇൻ്റർനാഷണൽ സ്കൂളുകളായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭൗതിക സാഹചര്യ വികസനവുമായിരുന്നു ഏറ്റവും പ്രധാനമായി സർക്കാർ ഇതിനോടനുബന്ധിച്ചെടുത്ത ഒരു തീരുമാനം. അത് പ്രകാരം വൈക്കത്തെ ഇൻ്റർനാഷണൽ സ്കൂളായിട്ട് നമുക്ക് തെക്കേനടയിലെ അന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് എങ്കിലും ഇന്നത് മിക്സഡ് സ്കൂളായി തെക്കേനട ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തെയാണ് നമ്മളത് ഇൻ്റർനാഷണൽ സ്കൂളായിട്ട് ഉയർത്തുന്നതിനുള്ള തീരുമാനമെടുത്തത്. 5 കോടി രൂപയാണ് സർക്കാർ അത് കിഫ്ബി വഴി നമുക്ക് ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകി. മറ്റ് സ്കൂളുകൾ ദേവിലാസം സ്കൂളാണ്. ദേവിലാസം സ്കൂളിന് 3,90,00,000 രൂപ ആണ് നമുക്ക് കിഫ്ബി വഴി സർക്കാർ അനുവദിച്ച്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സെറ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. A.J. ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തലയോലപ്പറമ്പ് 3 കോടി രൂപ നമുക്ക് കിഫ്ബി വഴി തന്ന് അതിന് മനോഹരമായ ഒരു സ്കൂൾ നിർമ്മാണം നടത്തി
നടത്തി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അവിടെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. മറ്റൊന്ന് മറവന്തുരത്ത് GUP സ്കൂൾ 1 കോടി രൂപയാണ് നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചത്. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1 കോടി രൂപ. അങ്ങനെ നിരവധിയായിട്ടുള്ള സ്കൂളുകൾക്ക് സാമ്പത്തിക സഹായം കിഫ്ബി വഴി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 26ഓളം സ്കൂളുകൾക്ക് അതിൻ്റെ ഭൗതിക സാഹചര്യ വികസനം നടക്കുമ്പോൾ ഇന്ന് ഈ കിഫ്ബി വഴിയുള്ള സ്കൂളുകളാണ്. അത്തരത്തിൽ സാമ്പത്തിക സഹായം ലഭിച്ച സ്കൂളുകളെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HNL 200 കോടി രൂപയുടെ ധനസഹായത്തോടെ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞതും വൻ വികസന കാഴ്ചപ്പാടിന് വഴിവെച്ചു. വൈക്കത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. വൈക്കത്തിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളിൽ വലിയ ഒരു പങ്ക് കിഫ്ബി വഴിയുള്ള ഫണ്ടിംഗ് ആണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ പങ്കുവയ്ക്കാനുള്ളത്. കിഫ്ബി തളർത്തുന്നതിനും തകർക്കുന്നതിനും സംസ്ഥാനത്ത് ഇതര ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തോട് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാനാവും. എൻ്റെ മണ്ഡലത്തോട് അതിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളോട് ഒപ്പം കിഫ്ബിയുടെ ഫണ്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി കൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് കിഫ്ബി വഴി സാധ്യമായി എന്നുള്ളതും വളരെ അഭിമാനത്തോടു കൂടി പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ വൈക്കത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തന്ന സംസ്ഥാന സർക്കാരിനെയും അത് ആവശ്യമായ ഫണ്ട് തന്ന് സഹായിച്ച കിഫ്ബിയെയും എല്ലാം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. വികസന വിപ്ലവത്തിലൂടെ വൈക്കം വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. ഒപ്പം ജനാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ സമൂഹ മനസ്സിലും.